ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 ഒരു ഹൊറർ സ്ലാഷർ മൂവിയായി പുറത്തിറങ്ങിയ ചാർലീസ് ഫാം എന്ന സിനിമയാണ്. ഈ സിനിമയെ കുറിച്ച് കേട്ടിട്ടുള്ളവർക്കറിയാം ഇതിൽ ഇഷ്ടം പോലെ രക്തം തെറിക്കുന്ന സ്ലാഷർ സീൻസ് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ മനക്കരുത്തുള്ളവർ മാത്രം വീഡിയോ കണ്ടിന്യൂ ചെയ്യുക, അല്ലാത്തവർ ദയവ് ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യുക. സിനിമയുടെ വൺ ലൈൻ എന്തെന്ന് വെച്ചാൽ, ഒരു 4 ഫ്രണ്ട്സ് കൂടി ചേർന്ന് ചാർലീസ് ഫാം എന്ന ഒരു സ്ഥലത്തെ ചുറ്റിക്കാണാനായിട്ട് പോകുന്നു. ആ സ്ഥലത്ത് പോയ ആരും പിന്നീട് തിരിച്ചു വരില്ല എന്ന് പൊതുവെ ഒരു സംസാരമുണ്ട്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇതെല്ലാം കെട്ടുകഥയാണെന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഇവർ 4 പേരും അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവിടെ എത്തിയ ഇവർ 4 പേരെയും അവിടെയുള്ള ചാർലി എന്ന സൈക്കോ വേട്ടയാടുന്നു. ആ സൈക്കോ എങ്ങനെയൊക്കെയാണ് വേട്ടയാടുന്നത്, ഇവർ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടോ അതോ ഇവരെല്ലാവരും അവന്റെ കൈ കൊണ്ട് തന്നെ തീർന്നോ എന്നതാണ് സിനിമയുടെ ബാക്കി സ്റ്റോറി. അപ്പൊ പിന്നെ ഫുൾ മൂവി എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. സിനിമയുടെ ഫസ്റ്റ് സീനിൽ ഒരു കപ്പിളിനെ കാണിക്കുന്നു. അവർ 2 പേരും ഒരു വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. അതിലെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിനോട് നമ്മുടെ കൂട്ടത്തിൽ വന്ന എല്ലാവരും മരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, അതെ അവരെല്ലാവരും മരിച്ചു, നീ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കാതെ, അവനെങ്ങാനും വന്നാൽ നമ്മളെയും കൊല്ലും, നീ ഇവിടെ തന്നെ നിൽക്കി, ഞാൻ പുറത്ത് അവനുണ്ടോ എന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ആ ബോയ് ഫ്രണ്ട് അവർ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേൽക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഇരുട്ടിൽ നിന്നും ആരോ ആ ബോയ് ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യുകയാണ്. ഒരൊറ്റ വെട്ടിയുള്ളൂ. ബോയ് ഫ്രണ്ടിന്റെ തല ഉരുണ്ട് ഗേൾ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ചെന്ന് വീഴുന്നു. ഗേൾ ഫ്രണ്ട് അത് കണ്ട് പേടിച്ച് വിറച്ച് എഴുന്നേറ്റതും ഒരു വലിയ കത്തി അവളുടെ വയറിനെ തുളയ്ക്കുകയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത് സിനിമയുടെ പേര് എഴുതി കാണിക്കുന്നു, ചാർലീസ് ഫാം. അടുത്ത സീനിൽ കുറച്ച് ഫ്രണ്ട്സിനെ കാണിക്കുകയാണ്. ഇവന്റെ പേര് മൈക്ക്. ഇവനെ എല്ലാവരും ഡോങ്കി എന്ന് വിളിക്കും. കാരണം എന്താണെന്നൊന്നും അറിയില്ല, മേ ബി അടിമപ്പണി ചെയ്യുമായിരിക്കും. അടുത്തത് ഇവന്റെ പേര് ജെയ്സൺ. ജെയ്സൺ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളാണ് ഇപ്പോൾ ആ സ്വിമ്മിംഗ് പൂളിൽ കിടക്കുന്നത്. അവളുടെ പേര് നറ്റാഷ. ഇവർ 3 പേരും എവിടേക്കെങ്കിലും ഒരു ട്രിപ്പ് പോയാലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാൻ ഇട്ടത് നമ്മുടെ ഡോങ്കി മൈക്കാണ്. ജെയ്സൺ അതിന് നമുക്ക് ബീച്ചിൽ പോയാലോ എന്ന് ചോദിക്കുന്നു. ബീച്ചിൽ എപ്പോഴും പോകുന്നതല്ലേ, നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എല്ലാ വട്ടത്തെയും പോലെ പഴയ ഐഡിയാസ് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് പുതിയതായി എന്തെങ്കിലും തുടങ്ങാം. നമുക്ക് ഈ വട്ടം എന്തെങ്കിലും ഒരു പ്രേത വീട്ടിൽ പോയി താമസിച്ചാലോ? അങ്ങനെ ഒരു സ്ഥലം എനിക്കറിയാം. മിച്ചലിന്റെ അടുത്തായിട്ട് ചാർലീസ് ഫാം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 1980കളിൽ അവിടുത്തെ നാട്ടുകാരെ മുഴുവനും ഭയപ്പെടുത്തിയ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അങ്ങോട്ടെങ്ങാനും പോയാലോ എന്നാണ് എന്റെ പ്ലാൻ. അവിടെ പോയാൽ ബോറടിക്കും എന്നുള്ള ചിന്തയെ വേണ്ട. 1 ലക്ഷത്തിൽ പരമുള്ള ഏക്കറിലാണ് ചാർലീസ് ഫാം ഉള്ളത്. അവിടെ പോയാൽ നമുക്ക് ക്യാമ്പൊക്കെ ചെയ്ത് അടിച്ചു പൊളിക്കാമെന്ന് മൈക്ക് പറയുന്നു. ജേസനും ഐഡിയക്ക് കേട്ടിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇക്കാര്യം അവന്റെ ഗേൾഫ്രണ്ടിനോട് പറഞ്ഞ അവൾ വരൂല. കാരണം നറ്റാഷ അല്പം പേടിയുള്ള ടൈപ്പാണ്. അതുകൊണ്ട് തന്നെ ജേസൺ നറ്റാഷയോട്, നറ്റാഷ നമുക്കൊരു യാത്ര പോകാം, നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഫാമിലേക്കാണ്, അവിടെ കുതിര സവാരിയുണ്ട്, നമുക്ക് പോയി മീൻ പിടിക്കാം, മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അവിടെ ക്യാമ്പ് ചെയ്ത് അടിച്ചു പൊളിക്കാമെന്ന് ജെയ്സൺ അവളോട് കള്ളം പറഞ്ഞ് അവളെ സമ്മതിപ്പിക്കുന്നു. നറ്റാഷയ്ക്ക് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേര് മെലാനി. എന്തായാലും ഒരു യാത്ര പോവല്ലേ, അപ്പൊ പിന്നെ മെലാനിയും കൂടെ വിളിക്കാന്ന് തീരുമാനിച്ച് നറ്റാഷ മെലാനിയെയും യാത്രയ്ക്ക് വരാൻ പറയുന്നു. ഇത് കേട്ടതും മാർക്കിന് സന്തോഷമാവുകയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ മെലാനിയുടെ പുറത്ത് മാർക്കിന് മുമ്പ് തന്നെ ഒരു കണ്ണുണ്ട്. അങ്ങനെ അടുത്ത ദിവസം സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടിയൊക്കെ റെഡിയാക്കി എല്ലാവരും മെലാനിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. മെലാനിയെ സമയത്തെത്തി. മെലാനിയെ കണ്ടതും നറ്റാഷയെക്കാട്ടിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്നത് മാർക്കിനാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു. ഒരു നീണ്ട യാത്ര ചെയ്തിട്ട് വേണം ചാർലീസ് ഫാമിൽ എത്താൻ. എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ആടിപ്പാടി എൻജോയ് ചെയ്തുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ഏകദേശം 5 മണിക്കൂറോളം ഡ്രൈവ് ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇപ്പൊ വിശപ്പ് തുടങ്ങി. തൊട്ടടുത്തുണ്ടായിരുന്ന ബാറിൽ വണ്ടി നിർത്തി എല്ലാവരും അവിടെ പോയി ഒന്ന് റെസ്റ്റ് എടുക്കുന്നു. മാർക്കും ജെയ്സണും ചാർലീസ് ഫാമിലേക്ക് പോകാൻ എല്ലാ സാധനങ്ങളും കെട്ടിയും പറക്കി ഇറങ്ങിയെങ്കിലും അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള വഴി അറിയില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ ബാറിലുള്ള ഓരോരുത്തരോടായിട്ട് ചാർലീസ് ഫാമിലേക്ക് പോകാനുള്ള വഴി അറിയാവോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെ അവൻ ആ ബാറിന്റെ ഉടമസ്ഥനായ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹം ഒരു വൃദ്ധനാണ്. അദ്ദേഹത്തിന്റെ പേര് ബ്ലൂ. അദ്ദേഹത്തോട് ചാർലീസ് ഫാമിലേക്കുള്ള വഴി ചോദിക്കുമ്പോൾ അദ്ദേഹം മൈക്കിനെ വഴക്ക് പറയുന്നു. നിങ്ങൾ എല്ലാവരും എന്താ മരിക്കാനാണോ ഉദ്ദേശം? അത് അപകടം പിടിച്ച സ്ഥലമാണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ, തിരിച്ച് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകുന്നതാ നല്ലത്. അപകടം പിടിച്ച സ്ഥലമാണെന്ന് ഞങ്ങൾക്കും അറിയാം അപ്പൂപ്പ, അത് ഞങ്ങൾ നോക്കിക്കോളാം, അഡ്രസ് മാത്രം പറഞ്ഞു തന്നാൽ മതി എന്ന് മൈക്ക് ചോദിക്കുമ്പോൾ, നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എന്ന് പറഞ്ഞ് ബ്ലൂ അവരോട് ദേഷ്യപ്പെടുന്നു. ആകെ വഴി അറിയാവുന്നത് ഇങ്ങേർക്കാണ്. ഇങ്ങേരും വഴി പറഞ്ഞു തരുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് 4 പേരും ആ ബാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. അപ്പോൾ ആ അപ്പൂപ്പന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരുത്തൻ പുറത്തേക്ക് വന്നിട്ട്, നിങ്ങൾ ഇത് എന്തിന്റെ പുറപ്പാടാ? ഇവിടെ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് ചുറ്റി കാണാൻ, അതൊക്കെ വിട്ടിട്ട് ചാർലീസ് ഫാം മാത്രം എന്തിനാ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് അവരോട് ചോദിക്കുന്നു. എടോ താനും എന്താ ഞങ്ങൾ ഉപദേശിക്കുവാണോ? തനിക്ക് വഴി അറിയാമെങ്കിൽ പറഞ്ഞതാ, ഞാനും അവിടുത്തെ കെട്ടുകഥയെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ വ്യക്തി, ഞാൻ ഒന്ന് മാത്രം നിങ്ങളോട് പറയാം, നിങ്ങൾ കേട്ടതൊന്നും കെട്ടുകഥയല്ല, അവൻ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇനി നിങ്ങൾക്ക് പോകണമെന്നാണെങ്കിൽ മിച്ചലിലേക്ക് പോകുന്ന വഴിക്ക് നേരെ പോയിട്ട് ഒരു ലെഫ്റ്റ് എടുത്താൽ മതി എന്ന് ആ വ്യക്തി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ വഴി മനസ്സിലായത് കൊണ്ട് എല്ലാവരും വണ്ടിയിൽ കയറി അവിടുന്ന് യാത്ര തിരിക്കുകയാണ്. സമയം നന്നായിട്ട് ഇരുട്ടി തുടങ്ങി.
തുടങ്ങി. ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപകടമാണെന്ന് മനസ്സിലായതുകൊണ്ട് അവിടെ അടുത്തായിട്ട് ടെന്റ് അടിച്ചു കൂട്ടി ക്യാമ്പ് ഫയർ ഒക്കെ കത്തിച്ച് എല്ലാവരും ചുറ്റും ഇരിക്കുകയാണ്. യഥാർത്ഥത്തിൽ കുതിരസവാരി പോകാം, മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നറ്റാഷയും മെലാനിയും വന്നത്. ഇപ്പോൾ ചാർലീസ് ഫാമിനെ കുറിച്ച് ആരും നല്ല രീതിയിൽ പറയാത്തത് കൊണ്ട് ആ ചാർലീസ് ഫാമിൽ അതിന് മാത്രം എന്താ സംഭവിച്ചതെന്ന് നറ്റാഷ മൈക്കിനോട് ചോദിക്കുന്നു. മൈക്ക് അവനറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയുകയാണ്. 1980കളിൽ ആ ഭാഗത്ത് ജോൺ വിൽസൺ, മെരിഡിത്ത് വിൽസൺ എന്നൊരു ദമ്പതികൾ താമസിച്ചിരുന്നു. അവർക്ക് മാനസിക വൈകല്യമുള്ള ഒരു മകനുണ്ടായിരുന്നു. അവന്റെ പേരാണ് ചാർലി. ആ നാട്ടിലുള്ള എല്ലാവർക്കും അവരൊരു കർഷകരാണെന്നേ അറിയത്തുള്ളൂ. പക്ഷെ അധികം ആരും അറിയാത്തൊരു ചരിത്രം അവർക്കുണ്ട്. ആ ഫാമിലേക്ക് വരുന്ന തൊഴിലാളികളാകട്ടെ അല്ലെങ്കിൽ ആ നാട്ടിലേക്ക് വരുന്ന വിദേശ സഞ്ചാരികളാകട്ടെ എല്ലാവരെയും കൊലപ്പെടുത്തി അവരുടെ മാംസം തിന്നുന്ന നരഭോജി കുടുംബമായിരുന്നു അവരുടേത് എന്ന് മൈക്ക് പറയുമ്പോൾ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിനെ കാണിക്കുന്നു. ഈ ഫ്ലാഷ് ബാക്കിൽ ജോൺ വിൽസണും മെരിഡത്ത് വിൽസണും കൂടെ ചേർന്ന് അവിടേക്ക് വന്ന ഒരു വിനോദസഞ്ചാരിയെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാർലിയും അവിടെ തന്നെയുണ്ട്. അവന് മാനസിക വൈകല്യം ഉള്ളത് കൊണ്ട് അവിടെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ വെറും ഒരു തമാശ പോലെ നോക്കിയിരിക്കുകയാണ്. ജോൺ വിൽസൺ ചാർലിയെ പുറത്തയച്ചിട്ട് ആ പെണ്ണിനെ വെട്ടിക്കീറി കൊലപ്പെടുത്തി അത്താഴത്തിനുള്ള വകയാക്കി മാറ്റുന്നു. അപ്പോഴാണ് ആ ദമ്പതികൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം സംഭവിക്കുന്നത്. ഇവർ ആളുകളെ കൊല്ലുന്നുണ്ടെന്നും അവരെ തിന്നുന്നുണ്ടെന്നും മനസ്സിലാക്കിയ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടി ഈ ദമ്പതികളുടെ വീടിനെ ചുറ്റി വളയ്ക്കുന്നു. ആ നാട്ടുകാരിലെ ഒരാളായിരുന്നു നേരത്തെ കണ്ട ആ ബാറിന്റെ ഉടമയായ ബ്ലൂയിലെ അദ്ദേഹം. ബ്ലൂ ജോൺ വിൽസനോട്, നിങ്ങളുടെ ഫാമിലേക്ക് ജോലിക്കായി വന്ന തൊഴിലാളികൾ ഇപ്പോൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. നിങ്ങളും നിങ്ങളുടെ ഭാര്യയും കൂടെ ചേർന്ന് അവരെ എല്ലാവരെയും കൊന്നു തിന്നു എന്നതാണ് ഞങ്ങൾക്ക് കിട്ടിയ അറിവ്. അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ സറണ്ടർ ആകുക. അകത്ത് പോയി നിങ്ങളുടെ മന്ദബുദ്ധി മകനെയും വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞതും മെരിഡിത്തിന് ദേഷ്യം വരുന്നു. കാര്യം ഒരു നരഭോജി കുടുംബമൊക്കെ ആണെങ്കിലും മെരിഡിത്തിന് ചാർലിയെ ഒരുപാട് ഇഷ്ടമാണ്. മെരിഡിത്ത് നാട്ടുകാരോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലൂ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് ജോൺ വിൽസനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. ഇത് കണ്ട മെരിഡിത്ത് പെട്ടെന്ന് വീടിനുള്ളിലേക്ക് കയറി ചാർലിയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി എന്ന് പറഞ്ഞ് ആ കഥ ഇവിടെ വെച്ച് മൈക്ക് നിർത്തുന്നു. ബാർ ഓണറായ ബ്ലൂയ്ക്ക് അവിടെ സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവരെ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് നറ്റാഷയ്ക്കും മെലാനിക്കും പേടിയുണ്ടെങ്കിലും അതൊക്കെ മറിച്ച് ശരി, ഇത്ര ദൂരം വന്നതല്ലേ, ഒന്ന് പോയി നോക്കാം എന്ന് തീരുമാനിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെയാകുന്നു. മൈക്കിന്റെ സ്വപ്നം മുഴുവനും മെലാനിയെ ഓർത്താണ്. അവിടെ മൈക്കിനെ നോക്കിക്കേ, 3 വയസ്സുള്ള കുട്ടി ഡൈപ്പർ ഇട്ടുകൊണ്ട് നടക്കുന്നത് പോലെയാണ് നടപ്പ്. എല്ലാവരും റെഡിയായി വീണ്ടും ചാർലീസ് ഫാമിലേക്ക് യാത്ര തിരിക്കുകയാണ്. ആ ബാറിൽ വെച്ച് ഒരാൾ അഡ്രസ് പറഞ്ഞില്ലേ, അതനുസരിച്ചാണ് ഇവർ യാത്ര തിരിച്ചിരിക്കുന്നത്. പക്ഷെ എത്ര ദൂരം മുമ്പോട്ട് ചെന്നിട്ടും ഇവർക്ക് ചാർലീസ് ഫാമിനെ കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇവരുടെ ഫ്രണ്ടായ ടോണിക്ക് കോൾ ചെയ്യുന്നു. ടോണി ഒരു ബോക്സറാണ്. ടോണി ചാർലീസ് ഫാമിലേക്ക് പോയിട്ടില്ലെങ്കിലും അവിടേക്ക് പോകാനുള്ള വഴി അവന് നന്നായിട്ട് അറിയാം. ടോണിയും എല്ലാവരെയും പോലെ അവരോട് അങ്ങോട്ടേക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. പക്ഷേ ജേസൺ നിർബന്ധിച്ചത് കൊണ്ട് ശരി, ഞാൻ വഴിയൊക്കെ പറഞ്ഞു തരാം, നിങ്ങൾ അവിടെ എത്തിയിട്ട് തിരിക്കുമ്പോൾ നിങ്ങൾ സേഫ് ആണെന്ന് അറിയിക്കാനായിട്ട് എനിക്കൊരു മെസ്സേജ് ഇടണമെന്ന് ടോണി ചോദിച്ചിട്ട് ചാർലീസ് ഫാമിലേക്കുള്ള അഡ്രസ് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും ടോണി പറഞ്ഞ റൂട്ടിലൂടെ യാത്ര ചെയ്ത് ഒരു ഗേറ്റിന്റെ മുമ്പിൽ എത്തുന്നു. ഗേറ്റ് ലോക്ക്ഡ് ആണ്. ഇവർക്ക് വണ്ടിയും കൊണ്ട് അകത്തേക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും നടക്കാൻ തന്നെ തീരുമാനിച്ച് ഗേറ്റ് ചാടി അകത്തേക്ക് കടക്കുന്നു. ഒരു കാട്ടിലൂടെയൊക്കെയാണ് നടക്കേണ്ടത്. ഏറെ ദൂരം നടന്നിട്ടും ഇവർക്ക് ചാർലീസ് ഫാമിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെ ഇവർ നടന്ന് അവശതയായി വേറൊരു ഗേറ്റിന്റെ മുമ്പിൽ എത്തുന്നു. അവിടെ എത്തി നോക്കുമ്പോൾ ദൂരെ ഒരു വീട് കാണുന്നുണ്ട്. ഹാവു, സമാധാനമായി, ഇന്ന് രാത്രി നമുക്ക് ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും ആ വീടിനുള്ളിലേക്ക് കയറുന്നു. അകത്ത് വീട് മുഴുവനും പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. വർഷങ്ങളായി ഇവിടെ ആരും താമസിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിക്കാം. വീട്ടിലെ ഓരോ റൂമായി പരിശോധിച്ചുകൊണ്ട് നടക്കുമ്പോൾ മെലാനിക്ക് അവിടെ നിന്ന് ഒരു ടെഡി ബിയർ കിട്ടുന്നു. അവിടെ ഇഷ്ടം പോലെ പാവകളുണ്ട്. പക്ഷെ ആ പാവകളെല്ലാം കേടായി പോയി. മെലാനിക്ക് കിട്ടിയ ഈ ടെഡി ബിയർ മാത്രം അത്യാവശ്യം നല്ല രീതിയിലാണ് ഇരിക്കുന്നത്. പെൺകുട്ടികൾക്ക് പൊതുവെ ടെഡി ബിയറിനോട് താല്പര്യം കൂടുതലാണല്ലോ. അതുകൊണ്ട് തന്നെ മെലാനി ആ ടെഡി ബിയർ എടുത്തു വെക്കുന്നു. ഇപ്പോൾ ജെയ്സൺ ആ വീട്ടിലുള്ള ഒരു റൂമിലേക്ക് കയറുന്നു. ആ റൂമിൽ ഒരു കട്ടിൽ കിടപ്പുണ്ട്. ഈ കട്ടിൽ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഈ കട്ടിലാണ് ജോൺ വില്യമും അദ്ദേഹത്തിന്റെ ഭാര്യ മെരിഡത്ത് വില്യമും കൂടി ചേർന്ന് ഒരു വിനോദസഞ്ചാരിയെ കെട്ടിയിട്ട് ടോർച്ചർ ചെയ്തത്. ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഇതാണ് ചാർലിയുടെ വീട്. അങ്ങനെ സമയം ഇരുട്ടി ജെയ്സൺ അന്ന് രാത്രി കഴിക്കാനുള്ള വക ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെലാനി ആണെങ്കിൽ ആ വീട്ടിൽ ഇവരുടെ എല്ലാവരുടെയും പേര് എഴുതി വെക്കുന്നു. ഇവിടെ വെച്ച് മൈക്ക് ചാർലിയുടെ ഫാമിലിക്ക് സംഭവിച്ച ബാക്കി കാര്യങ്ങൾ പറയാൻ തുടങ്ങുകയാണ്. ജോൺ വില്യമിനെ ബ്ലൂ ഷൂട്ട് ചെയ്ത് കൊന്നു. അതിനുശേഷം വീടിനുള്ളിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ ഒരു വിനോദസഞ്ചാരി പെണ്ണില്ലായിരുന്നു. അവളെ വെട്ടിക്കീറിയിട്ടിരിക്കുകയാണ്. ഇതിൽ നിന്നും ഈ കുടുംബമാണ് എല്ലാവരെയും കൊല്ലുന്നതെന്ന് മനസ്സിലാക്കി ബ്ലൂ മെരിഡത്തിനെയും ചാർലിയെയും കൊല്ലാനായി അന്വേഷിച്ചിറങ്ങുന്നു. മെരിഡത്ത് ചാർലിയെ ഒരു ഷെഡിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ചാർലി, ഇവിടെ എന്ത് സംഭവിച്ചാലും നീ പുറത്തു വരരുത്, കേട്ടല്ലോ എന്ന് പറഞ്ഞ് ആ ഷെഡിനുള്ളിൽ ചാർലിയെ ഒളിപ്പിക്കുന്നു. അപ്പോഴേക്കും ആ ഷെഡിലേക്ക് നാട്ടുകാരെല്ലാവരും എത്തി. അവർ മെരിഡത്തിനോട് നിന്റെ മകൻ ചാർലി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവനെ
അവനെ ഞങ്ങൾ 12 മാസങ്ങൾക്ക് മുമ്പ് കൊന്നു തിന്നു എന്ന് മെരിഡത്ത് പറയുന്നു. പക്ഷെ നാട്ടുകാർക്ക് അത് കേട്ടിട്ട് വിശ്വാസമൊന്നും വരാത്തത് കൊണ്ട് അവർ മെരിഡത്തിനെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. പക്ഷെ അപ്പോഴും മെരിഡത്ത് ചാർലി എവിടെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഇതെല്ലാം ചാർലി ഒളിച്ചിരുന്ന് കാണുന്നുണ്ട്. അവന്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ പോലും പൊടിയുന്നില്ല. അവന്റെ അമ്മ മരിക്കുന്നത് വരെ അവനത് നോക്കി നിന്നു. അതിനുശേഷം ചാർലി എവിടേക്ക് പോയെന്നോ അവൻ എന്ത് സംഭവിച്ചുവെന്നോ എനിക്കറിയില്ല എന്ന് മൈക്ക് പറഞ്ഞു നിർത്തുന്നു. അന്ന് രാത്രി എല്ലാവരും കഥയൊക്കെ കേട്ട് പേടിച്ചു വരച്ചാണ് കിടക്കുന്നത്. മെലാനി ആണെങ്കിൽ അവൾക്ക് കിട്ടിയ ടെഡിബിയറും കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് കിടപ്പ്. അന്ന് രാത്രി മെലാനി എഴുന്നേറ്റ് നോക്കുമ്പോൾ വീടിനുള്ളിൽ ഒരു കാട്ടാളന്റേത് പോലെയുള്ള ഒരു രൂപം വന്ന് നിൽപ്പുണ്ട്. മെലാനി ആ രൂപത്തെ നോക്കിയിട്ട് ഓ ഇതൊക്കെ സ്വപ്നമായിരിക്കും എന്ന് ചിന്തിച്ച് അവൾ വീണ്ടും കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ ജേസനും മൈക്കും കൂടെ എഴുന്നേറ്റ് പുറത്തു വന്ന് നിൽക്കുമ്പോൾ അവിടേക്ക് വേറെ 2 പേർ വരികയാണ്. അതിലെ ബോയ് ഫ്രണ്ടിന്റെ പേര് ഗോർഡൻ, ഗേൾ ഫ്രണ്ടിന്റെ പേര് അലീഷ. ഇവരും നമ്മുടെ ജെയ്സൺ മൈക്കിനെയൊക്കെ പോലെ ഈ സ്ഥലത്തെ കുറിച്ച് കേട്ടിട്ട് അങ്ങനെ ഈ സ്ഥലത്തിൽ എന്താണ് ഉള്ളതെന്ന് അറിയാനായിട്ട് വന്നവരാണ്. അങ്ങനെ 2 കൂട്ടരും പരിചയപ്പെടുന്നു. അന്ന് എല്ലാവരും ഒരുമിച്ചാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം മെലാനി അവളുടെ ബാഗ് നോക്കുമ്പോൾ ബാഗ് ഓപ്പൺ ആയി കിടക്കുകയാണ്. അവൾ അകത്ത് തപ്പി നോക്കുമ്പോൾ ആ ടെഡിബിയറിനെ കാണുന്നില്ല. അവൾ നറ്റാഷ, ജെയ്സൺ, മൈക്ക് എല്ലാവരോടും ചോദിച്ചു നോക്കുന്നു. അവരാരും ആ ടെഡിബിയർ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് അവൾക്ക് രാത്രിയിൽ കണ്ട രൂപം സത്യമാണോ എന്നുള്ള ചിന്ത വരുന്നത്. അവൾ ഈ കാര്യം മറ്റുള്ളവരോടും പറയുന്നു. പക്ഷേ അവരാരും അത് വിശ്വസിക്കുന്നില്ല. എങ്കിലും മെലാനിക്ക് സങ്കടമാകരുതല്ലോ എന്ന് കരുതി അതിവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുന്നു. ഇപ്പോൾ ഇവരുടെ അടുത്ത പ്ലാൻ ഈ സ്ഥലം മുഴുവനും ഒന്ന് ചുറ്റി കാണണം. നമുക്ക് 2 പേരെ സ്പ്ലിറ്റ് ചെയ്ത് ഈ സ്ഥലമൊക്കെ പോയി ചുറ്റി കണ്ടാലോ എന്ന് മൈക്ക് പറയുന്നു. ഇതിന് കാരണം വേറൊന്നുമല്ല, ജെയ്സന് അവന്റെ ഗേൾഫ്രണ്ട് നറ്റാഷയുണ്ട്. ഇപ്പോൾ വന്ന ഗോർഡൻ ആണെങ്കിൽ അവന്റെ ഗേൾഫ്രണ്ട് അലീഷയുണ്ട്. അപ്പൊ പിന്നെ ബാക്കിയുള്ളതാരാ? മൈക്കും മെലാനിയും. ഒന്നാമതേ മൈക്കിന് മെലാനിയുടെ പുറത്തൊരു കണ്ണുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്ക് അറിഞ്ഞിട്ട പ്ലാനാണിത്. ശരി, പ്ലാനൊക്കെ കൊള്ളാം. എല്ലാവരും ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലേക്ക് എത്തിക്കോണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും 2 ടീമായി സ്പ്ലിറ്റ് ആയി പോകുന്നു. മൈക്കും മെലാനിയും കൂടെ നടന്നു പോകുന്ന വഴിക്ക് താഴെ ഒരു കുഴിയുണ്ട്. അതിൽ നിന്നും ഭയങ്കരമായി സ്മെല്ല് വരുന്നുണ്ട്. അതൊക്കെ നോക്കിയിട്ട് അവർ അവിടെ നിന്ന് വീണ്ടും നടക്കാൻ തുടങ്ങുകയാണ്. ഇതേ സമയം മറുവശത്ത് മൈക്കും നറ്റാഷയും ഒരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ ഇഷ്ടം പോലെ കാറുകൾ കേറായി കിടപ്പുണ്ട്. ഇത് മാത്രമല്ല, ഇവർ 2 പേരും അവിടെ നിന്ന് സംസാരിക്കുന്നത് ദൂരെ നിന്ന് ആരോ നോക്കുന്നത് പോലെ കാണിക്കുന്നു. ഇതേ സമയം മൈക്കും മെലാനിയും സംസാരിച്ച് നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു നദിയെ കാണുന്നു. നദിയെ കണ്ടതും മൈക്കിന് കുളിക്കാൻ ഒരു മോഹം. ഇവനാണെങ്കിൽ പരിസര ബോധമൊന്നും ഇല്ലല്ലോ. പെട്ടെന്ന് ഡ്രസ്സൊക്കെ അഴിച്ചു മാറ്റി ഷഡ് ഇട്ടുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടുന്നു. അല്പനേരത്തിന് ശേഷം മെലാനിയും ആ വെള്ളത്തിലേക്ക് കുളിക്കാൻ ഇറങ്ങുകയാണ്. അടുത്ത സീനിൽ ഗോർഡനെയും അവന്റെ ഗേൾഫ്രണ്ട് അലീഷയെയും കാണിക്കുന്നു. അവർ 2 പേരും നടന്ന് ഒരു ഷെഡിലേക്ക് തിരികുകയാണ്. ഷെഡ് ലോക്കായി കിടക്കുകയാണ്. അതിന്റെ തൊട്ടടുത്ത് ഒരു കോടാലി കിടപ്പുണ്ട്. അതെടുത്ത് ഗോർഡൻ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ മര്യാദയ്ക്ക് അത് താഴെ വെക്കി എന്ന് പറഞ്ഞിട്ട് അലീഷ അവനെ വേറൊരു വഴിയിലൂടെ ആ ഷെഡിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അകത്ത് കാര്യമായി ഒന്നുമില്ല. ശരി വാ നമുക്ക് പോവാന്ന് പറഞ്ഞ് ഗോർഡൻ പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തു വെച്ചതേ ഉള്ളൂ. നേരത്തെ അവൻ താഴേക്ക് വെച്ച ആ കോടാലിയും വെച്ച് ഇപ്പോൾ ആരോ അവനെ വെട്ടുന്നു. അത് വേറെ ആരുമല്ല, നമ്മുടെ നരഭോജി കുട്ടൻ ചാർലിയാണ്. ചാർലി വളർന്ന് ഇപ്പോൾ ഒരു കാട്ടാളന്റെ സൈസ് ആയിട്ടുണ്ട്. അവന്റെ മുഖവും വികൃതമായി മാറിയിരിക്കുകയാണ്. അവൻ ഗോർഡനെ കൊന്നിട്ട് അലീഷയെ തപ്പി ഇറങ്ങുന്നു. അലീഷ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ ആ ഷെഡിനുള്ളിൽ തന്നെ ഒളിച്ചിരിപ്പുണ്ട്. ഇത് സൈക്കോ ചാർലിയുടെ ഷെഡാണെന്ന് തോന്നുന്നു. അവൻ അലീഷയെ കണ്ടുപിടിച്ച് അവളെ അടിച്ച് ബോധം കെടുത്തി ട്രാക്ടറിന്റെ ടയറിന് താഴെ കിടത്തുകയാണ്. എന്നിട്ട് ട്രാക്ടറിനെ നീക്കി അതിന്റെ ടയർ അവളുടെ തലയിലേക്ക് കയറ്റുന്നു. അപ്പോഴവൾ മരിച്ചിട്ടില്ല, അവൾക്ക് ജീവനുണ്ട്. ചാർലി ആ ട്രാക്ടറിന്റെ മുകളിൽ കയറി ചാടി അവന്റെ വെയിറ്റും കൂടെ ആഡ് ചെയ്ത് അലീഷയുടെ തലയെ ചതച്ചു കൊല്ലുന്നു. ഈ സീനൊക്കെ ഭയങ്കര ഭീകരമായ സീനാണ്. ഇതേ സമയം നമ്മുടെ ജെയ്സനും നറ്റാഷയും വേറൊരു ഷെഡ് കണ്ടുപിടിച്ച് അകത്തേക്ക് കയറാൻ പോവുകയാണ്. നറ്റാഷയ്ക്ക് പേടി തോന്നിയത് കൊണ്ട് അവൾ പുറത്തു തന്നെ നിൽക്കുന്നു. ജെയ്സൺ മാത്രം അകത്തേക്ക് കയറുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് ഇവർക്കൊരു ബോക്സർ ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, ടോണി, അവനെ കാണിക്കുകയാണ്. അവരെല്ലാവരും ചാർലീസ് ഫാമിലേക്ക് പോയിട്ട് മെസ്സേജ് ഒന്നും അയക്കാത്തത് കൊണ്ട് ആൾക്കൊരു സമാധാനം ഇല്ല. ഇതേ സമയം നദിയിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന മൈക്ക് കിട്ടിയ അവസരം മുതലാക്കി അവളുടെ കൂടെ ഒന്നിക്കാൻ ശ്രമിക്കുന്നു. അവളും ഒന്ന് സമ്മതം മൂടി വരുമ്പോഴാണ് മുകളിൽ ചാർലി വന്ന് നിൽക്കുന്നത്. സ്വർഗത്തിലെ കട്ടുറുമ്പ് പോലെ ഏതവനാടാ നീ എന്ന് പറഞ്ഞുകൊണ്ട് മൈക്ക് ദേഷ്യത്തിൽ ചാർലിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ചാർലിക്ക് പിന്നെ സംസാരിച്ച് ശീലമില്ലല്ലോ. അവൻ മൈക്കിന്റെ പ്രൈവറ്റ് പാർട്ട് മുറിച്ചെടുത്ത് അവന്റെ ബൈക്കകത്ത് തന്നെ കുത്തിക്കയറ്റി അവനെ കൊല്ലുകയാണ്. ഇതൊക്കെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മെലാനിയെ ചാർലി ഓടിച്ചിട്ട് പിടിക്കുന്നു. കത്തിയൊക്കെ എടുത്ത് മാറ്റി വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവൻ മെലാനിയെ പുതിയൊരു രീതിയിലാണ് കൊല്ലാൻ പോകുന്നതെന്ന്. അവൻ അവളുടെ വായിൽ പിടിച്ച് അവളുടെ താടിയെല്ല് പറിച്ചെടുത്ത് വളരെ ബ്രൂട്ടലായിട്ട് അവളെ കൊല്ലുന്നു. ഇപ്പോൾ 6 പേരിൽ 4 പേർ ഔട്ടായി. ഇനി ബാക്കിയുള്ളത് ജെയ്സനും നറ്റാഷയുമാണ്. സമയം ഇരുട്ടാറായി. അകത്തു പോയ ജെയ്സന്റെ ഒരു വിവരവും ഇല്ല. ജെയ്സൺ, നീ എന്നെ പറ്റിക്കാൻ നോക്കുവാണോ? മര്യാദയ്ക്ക് പുറത്തേക്ക് വാ എന്ന് നറ്റാഷ എത്ര പറഞ്ഞിട്ടും അകത്തിരുന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. നറ്റാഷ പെതുക്കെ ആ ഷെഡിന്റെ അകത്തേക്ക് കയറുമ്പോ ജെയ്സൺ അവിടെ ഒരു സ്ഥലത്ത് ഒളിച്ചിരിക്കുകയാണ്. ജെയ്സൺ, നീ എന്താ ഇവിടെ ഇരിക്കുന്നത്? വാ നമുക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുമ്പോ നറ്റാഷ പ്ലീസ് ഒന്ന് മിണ്ടാതിരിക്കെ, ഇവിടെ നമ്മളെ കൂടാണ്ട് വേറെ ഒരാളും കൂടെ ഉണ്ട്.
ഞാൻ അവനെ കണ്ടു, അതുകൊണ്ടാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ജെയ്സൺ അവളോട് പറയുന്നു. അപ്പോഴേക്കും ചാർലി അതിലൂടെ കത്തിയെടുത്തോണ്ട് പോവുകയാണ്. ചാർലിയെ കണ്ടതും നറ്റാഷ അലറി വിളിക്കാൻ തുടങ്ങുന്നു. പക്ഷേ ജെയ്സൺ വാ പൊത്തി പിടിച്ചതുകൊണ്ട് ശബ്ദമൊന്നും പുറത്തു വന്നില്ല. അതേസമയം ആ ഷെഡിലേക്ക് വേറൊരാൾ കൂടി വരുന്നു. അത് വേറെ ആരുമല്ല, ഇവരുടെ ബോക്സർ ഫ്രണ്ടായ ടോണി. ഇവരുടെ അടുത്ത് നിന്ന് റിപ്ലൈ ഒന്നും വരാത്തത് കൊണ്ട് ഇവർക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് വന്നതാണ്. പക്ഷെ ഒളിച്ചിരിക്കുന്ന ജെയ്സനും നറ്റാഷയ്ക്ക് അറിയില്ലല്ലോ അത് ടോണിയാണെന്ന്. അവർ ഇപ്പോഴും ശബ്ദം ഉണ്ടാക്കാതെ ഒളിച്ചിരിപ്പുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് സൈക്കോ ചാർലി വരുന്നു. ചാർലിയെ കണ്ടതും അവനെ അടിച്ച് താഴേക്കിടാൻ ടോണി റെഡിയായിട്ട് നിൽക്കുകയാണ്. ചാർലിയും ഓ ബോക്സിംഗ് ആണോ എന്ന മട്ടിൽ കത്തിയൊക്കെ താഴെ വെച്ച് കൈവച്ച് അടുകൂടാൻ തീരുമാനിച്ചിരിക്കുന്നു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞ മത്സരം നടക്കുന്നുണ്ട്. ഒടുവിൽ ചാർലി ടോണിയുടെ കഴുത്തിലെ തൊലിയെ വെറും കൈവച്ച് പറിച്ചെടുക്കുകയാണ്. ഇത് ഒളിച്ചിരുന്ന് കണ്ട ജെയ്സൺ ടോണിയെ രക്ഷപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് അവിടെ ഉണ്ടായിരുന്ന കോടാലിയെ എടുത്തുകൊണ്ട് വന്ന് ചാർലിയുടെ പുറത്ത് കുത്തുന്നു. പക്ഷെ പ്രയോജനമൊന്നും ഉണ്ടായില്ല. അതിനുള്ളിൽ ടോണി മരിച്ചിരുന്നു. ഇപ്പൊ ജെയ്സൺ നേരെ ചാർലിക്ക് മുമ്പിൽ ചെന്ന് വീണതുകൊണ്ട് ചാർലി ജെയ്സന്റെ കഴുത്തെടുത്ത് അവനെ കൊലപ്പെടുത്തുന്നു. ഇപ്പോൾ ആ ടീമിൽ ബാക്കിയുള്ളത് ഒരൊറ്റ ഒരാളാണ് നറ്റാഷ. നറ്റാഷ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. പക്ഷെ അധിക ദൂരം ഒന്നും അവളെ കൊണ്ട് ഓടാൻ പറ്റുന്നില്ല. അവിടെ നിർത്തിയിരുന്ന ഒരു കാറിൽ കയറി ഒളിച്ചെങ്കിലും ചാർലി അവളെ പിടികൂടുന്നു. അടുത്ത സീനിൽ നറ്റാഷയെ മരപ്പലക കൊണ്ടുണ്ടാക്കിയ ഒരു കൂടിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ്. നറ്റാഷ ഉണർന്ന് ആ കൂടും ചവിട്ടി പൊളിച്ച് പുറത്തേക്ക് വരുന്നു. അവൾ ഇപ്പോൾ ഉള്ളത് ഒരു അണ്ടർഗ്രൗണ്ട് ടണലിലാണെന്ന് തോന്നുന്നു. അവൾ നടക്കുന്ന വഴി മുഴുവനിലും ഇഷ്ടം പോലെ ശവങ്ങൾ വന്ന് കിടപ്പുണ്ട്. അവളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ശവത്തിന്റെ കഴുത്തിൽ മെലാനിയുടെ കഴുത്തിലുണ്ടായിരുന്ന മാല കിടപ്പുണ്ട്. ഇതിൽ നിന്നും അവൾ മെലാനിയാണെന്ന് നറ്റാഷ മനസ്സിലാക്കുന്നു. അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകണമെന്നൊന്നും നറ്റാഷയ്ക്ക് അറിയില്ല. അപ്പോഴേക്കും ചാർലി താഴേക്ക് ഇറങ്ങി വരുന്നു. അവൾ പേടിച്ച് അവിടെ തന്നെ വേറൊരു സ്ഥലത്തേക്ക് ഒളിയുകയാണ്. ചാർലി അവിടെ നിന്ന് മേലിലേക്ക് പോയതും നറ്റാഷ അവിടെ വെളിച്ചം കാണുന്ന ഒരു വഴിയിലൂടെ പോയി മുകളിലേക്ക് കയറുന്നു. ഇപ്പോൾ ഇവൾ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ മൈക്കും മെലാനിയും നടന്നു പോകുന്ന സമയത്ത് ഭയങ്കരമായി ദുർഗന്ധം ഉണ്ടായ ഒരു കുഴിയില്ലായിരുന്നു, ആ കുഴിയിലാണ്. ഇപ്പോൾ നറ്റാഷ അവിടെ ഉണ്ടായിരുന്ന ഏണി വഴി മുകളിലേക്ക് കയറി വരുമ്പോൾ അവളുടെ കയ്യിൽ മുകളിൽ നിന്ന് ഒരു കൈ വന്ന് പിടിക്കുന്നു. അവൾ ആദ്യം വിചാരിക്കുന്നത് അത് ചാർലി എന്നാണ്. പക്ഷെ അത് ചാർലി അല്ല, ആ ബാറിന്റെ ഉടമയായ ബ്ലൂവിലെ അദ്ദേഹമാണ്. ബ്ലൂ നറ്റാഷയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് ബ്ലൂവിന്റെ കാറിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അപ്പോഴേക്കും അവിടേക്ക് ചാർലി വന്ന് ബ്ലൂവിനെ കൊലപ്പെടുത്തുകയാണ്. ഇപ്പോൾ ചാർലിയും നറ്റാഷയും നേർക്ക് നേരെ നിൽപ്പുണ്ട്. നറ്റാഷ ഓടിച്ചെന്ന് ബ്ലൂവിന്റെ തോക്ക് കൈക്കലാക്കുന്നു. ചാർലി അടുത്തേക്ക് വന്നതും അവൾ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. ചാർലി മരിച്ചു. ഈ കഥയിൽ ജീവനോടെ രക്ഷപ്പെട്ടത് നറ്റാഷ മാത്രം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചാർലി പിന്നിലൂടെ ആ തോക്ക് എടുത്തുകൊണ്ട് വന്ന് നറ്റാഷയുടെ വയറ്റിൽ കുത്തിയിറക്കുന്നു. അതിനുശേഷം തോക്കിന്റെ രണ്ടറ്റത്തും പിടിച്ച് നറ്റാഷയെ പൊക്കിയെടുത്ത് അവളെ കൊലപ്പെടുത്തുകയാണ്. അടുത്തത് എന്തായിരിക്കും? അന്നത്തെ ഡിന്നറിന് വേണ്ടി അവളെയും പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നത് പോലെ കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. ബൈ.